ഗുഡ് മോർണിംഗ്. ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്നറിയോ? നമ്മുടെ ആരോഗ്യമാണ്. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ത്യജിക്കാതിരിക്കുക. ആർക്ക് വേണ്ടിയാണോ നമ്മൾ നമ്മുടെ ആരോഗ്യം വേണ്ടാന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നത്, അവർ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും അധികം കുറ്റം പറയുന്നതും കളിയാക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്നിപ്പോൾ എൻ്റെ സെൻറ്ററിലൊരു ഫാമിലി വന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റേ അല്ല, അവരുടെ ഫാമിലിയാണ് അവർക്ക് ഏറ്റവും വലുത്. ഹസ്ബൻഡ്, മക്കൾ, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോകുന്ന ഒരു സാധാ ലേഡി. ഇപ്പോൾ നമ്മളിലൊരു 100 ലേഡീസിനെ എടുത്തു കഴിഞ്ഞാൽ 80 പേരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ അവരുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാതെ ഫാമിലിക്ക് വേണ്ടി മാത്രം എഫേർട്ട് കൊടുത്തു പോയൊരു ലേഡിയാണ്. പക്ഷേ എൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ ആ ഹസ്ബൻഡ് ഇങ്ങനെ ഭാര്യയെക്കുറിച്ച് വളരെ ഇങ്ങനെ പറയുകയാണ്. എപ്പോഴും അസുഖമാണ്, എപ്പോഴും വല്ലാണ്ടിരിക്കുകയാണ്, ഇതെന്തോന്നാണ് ഇങ്ങനെ എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് എന്നോട് സംസാരിച്ചു. ആക്ച്വലി ഞാൻ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയോ? ആ സ്ത്രീ നല്ല ആരോഗ്യവതിയായിരുന്നു. അവരുടെ ആരോഗ്യത്തെ പരിഗണിച്ചതേയില്ല. മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മാത്രം ജീവിച്ചാണ് ആ ലേഡി ഇങ്ങനെ ആയിട്ടുള്ളത്. ലൈഫിൽ നമ്മൾ നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കണം. നമുക്ക് നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്നിടത്ത് മാത്രമേ ഫാമിലിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വളർത്തി അവരൊരു ലെവലിലെത്തുമ്പോൾ, അവരൊരു ഫാമിലിയിൽ ഒന്ന് സെറ്റിലായി വരുന്നു എന്നുള്ള ടൈം വരുമ്പോൾ നമ്മൾ അസുഖമായിട്ട് കിടന്നാലും അവിടെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു, വീട്ടുകാരെ സ്നേഹിക്കുന്നു, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ഓക്കെ, താങ്ക് യു.